നമസ്കാരം. ബാങ്ക് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് സുപരിചിതമായ ഒരു പേരാണ് ICD കൊല്ലം. പൊതുവെ ബാങ്ക് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് പൊതുവെ വരുന്നൊരു സംശയമാണ് ജനറൽ അവയർനെസ്സിന് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. നമ്മളോടൊപ്പം ICD കൊല്ലത്തിൻ്റെ ഡയറക്ടറായ ജയകൃഷ്ണൻ സാറുണ്ട്. നമുക്ക് ചോദിക്കാം സാറിനോട്, ഈ പറയുന്ന ജനറൽ അവയർനെസ്സിന് പ്രിപ്പയർ ചെയ്യുന്നതിന് ICD കൊല്ലത്തിൻ്റെ സ്ട്രാറ്റജി എന്താണ് സാർ? പൊതുമേഖലാ ബാങ്കുകൾ, പൊതുമേഖലാ ഇൻഷുറൻസ് കമ്പനികളുടെയൊക്കെ പരീക്ഷയ്ക്ക് ജനറൽ അവയർനെസ് വളരെ സുപ്രധാനമായൊരു വിഷയമാണ്. ഇത്തവണത്തെ IBPS നോട്ടിഫിക്കേഷൻ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ജനറൽ അവയർനെസ് എന്ന പേപ്പറിൻ്റെ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസും വർദ്ധിപ്പിച്ചിട്ടുണ്ട്, മാർക്കിൻ്റെ വെയിറ്റേജും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. 50 ചോദ്യങ്ങളിൽ നിന്ന് 60 മാർക്കാണ്. അപ്പോൾ ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ നമ്മളൊരൊറ്റ കാര്യം മനസ്സിലാക്കിയാൽ മതി. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ടുള്ള IBPS സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ പ്രൊബേഷൻ ഓഫീസർ പരീക്ഷയുടെ മെയിൻസിൻ്റെ കട്ട് ഓഫ് എടുക്കുകയാണെങ്കിൽ ഒരു 75 മാർക്കാണ് എന്ന് കരുതാം. ജനറൽ അവയർനെസ്സിന് അതിൽ 60 മാർക്കുണ്ട്. അപ്പോൾ അതാണ് അതിൻ്റെ സിഗ്നിഫിക്കൻസ്. ജനറൽ അവയർനെസ് ടോട്ടൽ കട്ട് ഓഫിൻ്റെ ഏതാണ്ട് 80% ജനറൽ അവയർനെസ് മാത്രം. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ജനറൽ അവയർനെസ്സിൽ നല്ല സ്കോറ് ലഭിക്കുകയാണെങ്കിൽ ഈ എക്സാം നിങ്ങൾക്കൊരു കേക്ക് വാക്കാകും. ഇനി മറ്റൊരു പ്രത്യേകത ഞാൻ എപ്പോഴും മനസ്സിലാക്കിയിട്ടുള്ളത്, നിങ്ങൾ കണക്ക്, റീസണിങ് ഒക്കെ മിടുക്കന്മാരായേ പറ്റൂ. പക്ഷേ അതിനകത്ത് നിങ്ങൾക്കൊരു ടോപ്പിക്ക് അറിയാമെങ്കിൽ കൂടെ നിങ്ങൾ അതിൻ്റെ ഉത്തരം ലഭിക്കുവാനായി ചെയ്തു നോക്കേണ്ടി വരും, സമയം സ്പെൻഡ് ചെയ്യേണ്ടി വരും. എന്നാൽ ജനറൽ അവയർനെസ് പറഞ്ഞാൽ ഒരു പരിധിവരെ ടെസ്റ്റ് ഓഫ് മെമ്മറിയാണ്. നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ആൻസർ ചെയ്യാം. പക്ഷേ ഈ അടുത്ത കാലഘട്ടത്തിൽ വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടാണ് അവർ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അതുകൊണ്ട് നല്ല പത്രവായന ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു. പിന്നെ ICDയിൽ നമ്മൾ എല്ലാ ദിവസവും ജനറൽ അവയർനെസ് അപ്ഡേറ്റുകൾ നൽകുന്നു, എല്ലാ ആഴ്ചയിലും നൽകുന്നു. എല്ലാ ആഴ്ചയിലും ജനറൽ അവയർനെസ് ക്ലാസ്സുകൾ നൽകുന്നു. അത് നമുക്ക് ഓൺലൈനിൽ ലഭ്യമാക്കുന്നു. ഇത് ഏതൊക്കെ മേഖലകളിലാണ് വിദ്യാർത്ഥികളുടെ ശ്രദ്ധ പതിയേണ്ടത് എന്ന് അവരെ മനസ്സിലാക്കി കൊടുക്കാനാണ്. വളരെ കോംപ്രിഹെൻസീവ് തന്നെയാണ്. ഓഫ് കോഴ്സ് നമ്മളുടെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിലും നമ്മളുടെ വിജയിച്ച വിദ്യാർത്ഥികളുടെയൊക്കെ അവരൊക്കെ പറഞ്ഞത് പരിശോധിക്കുകയാണെങ്കിലും ജനറൽ അവയർനെസ്സിൽ അവരെപ്പോഴും നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജനറൽ അവയർനെസ് വളരെ ക്രൂഷ്യലായ ഒരു കാര്യം തന്നെയാണ്. ദീർഘസമയമെടുത്തുള്ള പത്രവായന, എല്ലാ ദിവസവും ഡെയിലി ഒരു ഡയറി ഓഫ് ഇവൻറ്റ്സ് പ്രിപ്പയർ ചെയ്യുക, ICD പ്രൊവൈഡ് ചെയ്യുന്ന നോട്ടുകൾ ദിനം പ്രതി, ആഴ്ച പ്രതി കൃത്യമായി വായിക്കുക, അപ്ഡേറ്റ് ചെയ്യുക. ഇതെല്ലാം തന്നെയാണ് വിജയത്തിലേക്കുള്ള വഴി. പിന്നെ ഈ വർഷത്തെ നോട്ടിഫിക്കേഷനിൽ RBI ബുള്ളറ്റിൻ എന്നും കൂടെ അവർ പറഞ്ഞിട്ടുണ്ട്. ഫിനാൻഷ്യൽ അവയർനെസ് വിത്ത് സ്പെഷ്യൽ റെഫറൻസ് ടു ബാങ്കിങ്, ഇക്കണോമിക് ഇൻക്ലൂഡിങ് ഫിനാൻഷ്യൽ ഇക്കണോമിക് അവയർനെസ്, ബ്രാക്കറ്റിൽ RBI ബുള്ളറ്റിൻ എന്നൂടെ കൊടുത്തിട്ടുണ്ട്. ഇതും കൂടി ഉൾക്കൊണ്ടുകൊണ്ട് നമ്മളുടെ നോട്ടുകളിലുമൊക്കെ ഇപ്പോൾ RBI ബുള്ളറ്റിൻ ബേസ്ഡ് ക്വസ്റ്റ്യൻ കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അവർക്കും ആവശ്യം ഏതാണ്ട് ബാങ്കിങ് കാര്യങ്ങൾ പ്രതിപത്തി കാണിക്കുന്ന ഉദ്യോഗാർത്ഥികളെയാണ് എന്നുള്ളതാണ്. അത് നമ്മൾ കൂടുതൽ വായിക്കുക, നോട്ടുകൾ കൃത്യമായി ഫോളോ ചെയ്യുക. പ്രിലിംസ് വരെ എൻ്റെ റിസൾട്ട് വരുന്നവരെ കാത്തിരിക്കാതെ ഇപ്പോഴേ ജനറൽ അവയർനെസ് ആദ്യ ദിവസം മുതൽ, പ്രിപ്പറേഷൻ്റെ ആദ്യ ദിവസം മുതൽ നമ്മൾ അത് വായിച്ചു പോവുക. ഇത് തന്നെയാണ് ICDയുടെ സ്ട്രാറ്റജി. ഇത് തന്നെയാണ് നമ്മളെപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നത്. പ്രിലിംസിൻ്റെ റിസൾട്ട് വരുന്നത് വരെ അല്ലെങ്കിൽ മെയിൻസിൻ്റെ വിളിക്കുന്നത് വരെ കാത്തിരിക്കാതെ ആദ്യം മുതലേ ജനറൽ അവയർനെസ് പ്രിപ്പയർ ചെയ്യുന്നു എന്നതാണ് ICD റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പോൾ അതുതന്നെയാണ് എനിക്ക് നിങ്ങൾക്കായി നൽകാനുള്ള നിർദ്ദേശവും ഉപദേശവും.